ഈ കൊല്ലം ചേറെടുത്തില്ല അല്ലേ? വെള്ളം കലങ്ങി കിടക്കണൊക്കെ. അതെ, പറഞ്ഞമാതിരി ഒരുപാട് വെള്ളം കിടക്കല്ലേ. ഇപ്പൊ ചേറെടുത്താ മണ്ടത്തരമായി പോകൂലേ? വെള്ളപ്പെടല്ലേ നിറഞ്ഞ് ഇത് നിറയണതിന്റെ മുമ്പ് ചേറെടുക്കായിരുന്നില്ലേ? അമ്മ ഒന്നാമത് എനിക്ക് സമയമല്ല, പാർട്ടി കാര്യങ്ങൾക്ക് തന്നെ ഇപ്പൊ സമയം കിട്ടണല്ലേ. സ്വന്തം വീട്ടില് കുടിക്കണ വെള്ളമുള്ള കിണർ നേരാക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ അങ്ങോട്ട് നോക്കടാ, വാടകയ്ക്ക് ഇരിക്കണവരാ. സ്വന്തം വീട് നോക്കണ പോലെ അല്ലടാ തുടച്ച് വൃത്തിയാക്കി നോക്കണ്. എന്റെ കർത്താവ്, ഇവനെപ്പോലെ ലോക കള്ളം ഈ ലോകത്തുണ്ടാവൂല. എന്ത് സ്വന്തം വീട് നേരാക്കണതാ? അമ്മാവാ, അവൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു പണി ചെയ്യണത് ഞാൻ കണ്ടില്ല. അവളെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ? അവൾ ഇന്നേ വരെ ചൂല് കൈ കൊണ്ട് തൊട്ടില്ല. അവൾക്ക് ചൂലെന്താന്ന് അറിയില്ല. ഇതിപ്പോ അമ്മാവൻ വന്നുകൊണ്ട് അമ്മാവനെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെയും കൂടെ നമ്പറായത് സത്യം. ഇനി മാത്രമല്ല, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറെ ആളുടെ കമ്പനികളുണ്ട് അവൻ്റെ, എല്ലാം കൂടെ വന്ന് കള്ളു പിടിച്ചിട്ട് ഇവിടെ വേണ്ട അലമ്പാണ്. അല്ല, ഇവൻ എന്തോരും ഇവന്റെ വീട് പണി നടക്കണ്ടെന്നോ? അത് കഴിയുന്നവരെ താമസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. എവന്റെ വീട് പണി വിഴിഞ്ഞം തുറമുഖം പദ്ധതി തീർന്നാലും എവന്റെ വീട് പണി തീരൂല. അങ്ങനത്തെ എന്തോ വലിയ താജ്മഹലാണ് ഇവൻ പണിയണെന്നാ തോന്നണേ. ഇവൻ എന്താ ശരിക്കും പണി എന്തോന്ന്? ഇവൻ ഗൾഫിലെ എന്തോ അറബിയെ പറ്റിച്ച് കുറെ പൈസ ഒക്കെ ആയിട്ട് നാട്ടിൽ വന്നു. ഇതിനിടയ്ക്ക് ഇവന്റെ അമ്മാവനൊരാൾ മെമ്പറായിരുന്നു, അയാൾ തട്ടിപ്പോയി. ഇതിൽ ഇവന് എല്ലാവരും കൂടെ ഇലക്ഷൻ നടത്തി ഇവൻ അങ്ങ് ജയിച്ചു സാധാ വോട്ടിൽ. നമുക്കും കുറെ അമ്മാവന്മാരുണ്ട്, ഒരു ഗുണമില്ല. അങ്ങനെ ഞാൻ ഇലക്ഷൻ എന്നിട്ട് ജയിക്കണം, എന്നിട്ട് നീ എന്നെ കൊന്നിട്ട് ആ സഹതാ ബോട്ടിൽ ജയിക്കണല്ലേ? ഈ അമ്മാവൻ്റെ ഞാൻ പാലായിലുള്ള അമ്മാവന്മാരുടെ കാര്യം പറഞ്ഞതാ. വേറൊരു കാര്യം പറയാം, അമ്മാവ് വീട് ആകെ നാശ കോടാലിയാക്കി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ നശിച്ച് പോയിട്ടുണ്ടെന്ന് അതിനകത്ത് കയറി നോക്കി അറിയാം. ഞാൻ പിന്നെ ആരോടും പരാതി പറയാത്തത് തന്നെയാണ്. ഇനി ഞാൻ വല്ലതും പറഞ്ഞാൽ ഇനി കനകൻ അത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് തന്നെ പറയാത്ത. അമ്മാവ് കനകനെ വിളിച്ച് പറയും. ഫോൺ ഇടുക. എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, നീ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് വേണം. ഞാൻ മനഃപൂർവ്വം എന്തോ ഉരുട്ടൊപ്പിച്ചാണെന്ന് പറയും. അമ്മാവൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിപ്പിക്കാൻ നോക്ക് ഇതിനെയൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം വിളിച്ചു പറയണം. ഒക്കെ ചെതൽ പിടിച്ച് കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെതൽ മാത്രമല്ല, അതിനകത്ത് ഇല്ലാത്ത ജീവികളൊന്നും കാണൂല, എല്ലാം കാണും. തോടൊപ്പം ഇന്നേ വരെ. കനക, നീ ഓഫീസിലാ? നീ എന്ത് പണിയാടാ ഈ കാണിച്ച്? നീ ആർക്ക വീട് വാടകയ്ക്ക് കൊടുത്ത്? എന്ത് ഞാൻ വീടൊന്ന് വന്ന് നോക്കടാത്. ഒരു പണി എടുക്കില്ല. അത് മാത്രല്ല, അവന്റെ കൂട്ടുകാരായിട്ട് വന്നിട്ട് രാത്രി മുഴുവൻ വെള്ളടി ഇവിടെ ബാറാക്കിയിരിക്കവര്. എന്തല്ലാത്? അതിന്റെ ഉള്ളിൽ ചെന്നോക്ക്. KSRTC സ്റ്റാൻഡിലെ ബാത്റൂം പോലെ ഉണ്ട് അതിന്റെ ഉള്ളിൽ. മണത്തിട്ട് അതിന്റെ അകത്തേക്കാ കയറില്ല. പിന്നെ ചേച്ചിയോടെ ചേച്ചിയോട് പറ, നിന്റെ അച്ഛന്റെ മറ്റേ ശവകുടീരല്ലേ ഇവിടെ? അതിന്റെ മുകളിലാ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടിരിക്കണ്. ചേച്ചി അത് അറിഞ്ഞാ മതി. വീടൊക്കെ കൊടുക്കുമ്പോ നല്ല ആൾക്കാർക്ക് കൊടുക്കണം. ഞാൻ പറയാം, നീ വന്നിട്ട് എന്താ വെച്ചാ എത്ര ദിവസം വെച്ചാ പറഞ്ഞിട്ട് ഇവിടുന്ന് വേഗം മാറ്റാൻ നോക്കാവരെ. വീട് സ്വന്തം വീട് പോലെ നോക്കാണ്ട് ഇപ്പൊ എന്റെ മുമ്പിൽ എന്തോ കണ്ണുപിടി കാണിച്ചോണ്ടിരിക്കുക അവര്. അവര് ശരിയല്ല കേട്ടാ. വിളിക്ക്, വൈകുന്നേരം വിളിക്ക്. അനി നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, തങ്കത്തിന് പറയാറുന്നില്ലേ? എനിക്ക് സമാധാനമായി. ഈ വീട് ഇങ്ങനെ കിടന്ന് നശിക്കണം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറയാണ്. എനിക്കൊരു സമാധാനം. തറവാടാ, അത് പൊന്നുപോലെ നോക്കണം. അല്ല അമ്മ, അതിനിടയ്ക്ക് അമ്മ ഈ അച്ഛന്റെ ശവകുടീരത്തിന്റെ പുറത്ത് വേസ്റ്റ് കൊണ്ടിരുന്നുള്ള ആ ബുദ്ധി എങ്ങനെ വന്നു? അതെന്താ വെച്ചാൽ ചേച്ചി പെട്ടെന്ന് വീണെങ്കിൽ ചേച്ചിയുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റിയെന്ന് അറിയണം. അത് ബുദ്ധി ഉപയോഗിക്കണം. എന്റെ രാഷ്ട്രീയ ബുദ്ധി അല്ല, എന്റെ ബുദ്ധി. അല്ല കാര്യമൊക്കെ ഈ നമ്മുടെ അമ്മാവന്റെ ഹബീൽദാറുടെ ശവക്കുടി സത്യത്തിൽ എവിടെയാണ്? ഒറ്റ അടി എന്തിനാ പതറീണ്? അല്ല, ഇനി ഞാനെങ്ങാനും അറിയാതെ അവിടെ എവിടെയെങ്കിലും വേസ്റ്റ് കൊണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ല, അങ്ങനെ ഉണ്ടാവൂല. എന്നാലും നമുക്ക് നോക്കിട്ട് അമ്മ ഒന്ന് കാണിച്ചുതരാം. അത് അവിടെയാണ്, തെക്കേ പുറത്താ. അമ്പിളി ചേട്ടാ, ആ ക്ലീറ്റസ് പറഞ്ഞു കേട്ടാ? കേട്ടു. ആ കള്ളവനെ കണ്ട എന്തെല്ലാം നുണകളാണ് ആ കനകന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യും, അമ്പിളിച്ചേട്ടൻ കനകച്ചേട്ടനെ വിളിച്ച് കാര്യം പറ. അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊക്കെയാണ്. ഓടി മണ്ടി. കനകനെന്ന് പറഞ്ഞാലേ അവന്റെ അച്ഛനെക്കാട്ടും ഭയങ്കര കാര്യമാണ് അവന്റെ അമ്മാവന്റെ അടുത്ത്. അതൊന്നും നടക്കൂല. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാ? ഈ ഒരു കാര്യം ചെയ്യും, നമ്മളെ തങ്കത്തിനടുത്ത് ഈ കിളവനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് അന്വേഷിച്ചു. തങ്ക ചേച്ചി എന്താ പറഞ്ഞതെന്ന് അറിയോ? അങ്ങേര് ഒരു ശുദ്ധനാണ്, പിന്നെ ആഹാരപ്രിയനാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയ അങ്ങ് വിട്ടേരെ. എന്താ നിനക്ക് വല്ല ഉണ്ടാക്കാനോ വയ്ക്കാനോ അറിയാം? ചുമ്മാ കാര്യമായിട്ട് പറ. അതുകൊണ്ട് വേറെ എന്താണ് അയാളെ ഇതൊന്ന് വീക്ക്നെസ് ഒന്ന് അന്വേഷിക്കാം. വേറെ ആള് ക്രോണിക് ബാച്ചിലറാ, പെണ്ണ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഉള്ളവന്മാര് പെണ്ണ് കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. പെണ്ണ് കെട്ടാത്തല്ല, കിട്ടാത്തതാ.
രണ്ടാം കെട്ട് കിട്ടിയ പെണ്ണിനെ കെട്ടിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നടക്കായിരുന്നു. പക്ഷെ അതും കിട്ടിയില്ല. അങ്ങനെ ആള് സന്യാസം സ്വീകരിച്ചെന്നാ കേട്ടെ. നമുക്ക് ആ വഴി ഒന്ന് പിടിച്ചാലോ? ആരെ കൊണ്ട് കെട്ടിക്കാനാ? നിന്നെ കൊണ്ട് കെട്ടിക്കാൻ. വീണ്ടും തമാശ. അതല്ലെന്ന്, നമുക്ക് ആ മാമനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാലോ? എങ്ങനെ? അതൊക്കെ നോക്കുന്ന ഐഡിയ ഉണ്ട്. ആള് കുറച്ച് അടിക്കണ കൂട്ടത്തിലാരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളതാ എങ്കിയാണ് പോയി എങ്കി ആ കാര്യം വർക്കൗട്ടാവും. അത് നോക്കാം. Alien versus Alien.